Hello dear students, welcome to Franklin's Lectures. അപ്പം ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് കോഡ് GXEST 104. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പ്രീഫേസ്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന്. നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏത് രീതിയിൽ പഠിക്കണം, സബ്ജക്റ്റിൻ്റെ നേച്ചർ എന്താണ്, ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മുമ്പ് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച അറിവ് നമുക്ക് വേണോ, എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പാറ്റേൺസ്, ഇൻറ്റേർണൽ മാർക്ക് എത്രയാണ്, എക്സ്റ്റേണൽ മാർക്ക് എത്രയാണ്, പരീക്ഷ എത്ര മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളതാണ്, പിന്നെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ആവശ്യം, ഏതൊക്കെ റെഫറൻസ് ബുക്കുകളാണ് ആവശ്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവില്ല. അടുത്തൊരു വീഡിയോ മുതൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 ക്ലാസ് ലഭ്യമാവും. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ പൊതുവെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. എഞ്ചിനീയറിംഗുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആദ്യത്തെ സെമിസ്റ്ററിൽ കുറച്ച് സബ്ജക്റ്റുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലുള്ള ഒരെണ്ണമായിരിക്കും മിക്കവാറും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. മറ്റ് നിങ്ങളുടെ ബ്രാഞ്ച് മാത്രമല്ല മറ്റ് ബ്രാഞ്ചുകൾക്കും ഒരുപക്ഷെ കോമൺ ആയിട്ട് വരാവുന്ന ഒരു സബ്ജക്റ്റാണിത്. സിലബസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് എപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. GXEST 104 നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കോഡായിട്ട് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളത്. യെസ്, അപ്പം നിങ്ങൾക്കറിയാം KTUവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശദമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കൂടാതെ ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടതിന് ഓരോ നേച്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കോഴ്സിൻ്റെ കോഡ്, പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട് ബുക്കിലോ ഒക്കെ സബ്ജക്റ്റിൻ്റെ കോഡും കൂടി എഴുതി ശീലിക്കുക. കാരണം കുറച്ചും കൂടി പോകുമ്പം കൺഫ്യൂസിങ് ആയിരിക്കും. മിക്ക കാര്യങ്ങളും സബ്ജക്റ്റിൻ്റെ കോഡ് വെച്ചാണ് പറയാറ്. നിങ്ങളുടെ കോളേജുകളിൽ തന്നെയാണെങ്കിലും പേര് ഉപയോഗിക്കണം എന്നില്ല. കാരണം പേര് ഞാൻ പറഞ്ഞില്ലേ, ഒരേ പേരിൽ തന്നെ, ഇതേ പേരിൽ തന്നെ മറ്റൊരു എൻജിനീയറിംഗ് ബ്രാഞ്ചിൽ S1 ഈ സബ്ജക്റ്റ് ഉണ്ടാകാം. പക്ഷേ അത് 100% നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് സിമിലർ ആവണമെന്നില്ല. അപ്പോൾ കോഡ് പഠിക്കുക. എന്തായാലും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ കോഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ GXEST 104. പിന്നെ CIE മാർക്സ് വരുന്നത് 40 മാർക്കാണ്, ഇൻറ്റേർണൽ മാർക്ക്. ഓക്കെ, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്ക്. അതുപോലെ ESE മാർക്ക്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. അപ്പോൾ 40 മാർക്കിന് ഇൻറ്റേർണലും 60 മാർക്കിന് എക്സ്റ്റേണലും. 4 ഇതിൻ്റെ ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ സിലബസിൽ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ബേസിക്കലി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ക്രെഡിറ്റ് 1 മുതൽ 4 വരെയാണ് അവർ ഗ്രേഡ് ചെയ്യുക. 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് സിലബസിൽ കാണാൻ പറ്റും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്റ്റ്, അതായത് ഇപ്പം ക്രെഡിറ്റ് 3, ക്രെഡിറ്റ് 4 ഒക്കെ ഉള്ള സബ്ജക്റ്റുകൾ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളിപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പേപ്പേഴ്സ് ഉണ്ടാകാം. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള പേപ്പറുകൾ ഉണ്ടല്ലോ, പൈത്തൺ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു C, അതേപോലുള്ള പേപ്പറുകൾ ഉണ്ടെങ്കിൽ ആക്ച്വലി ആ കുട്ടി പഠിക്കുന്നത് ആ കുട്ടീൻ്റെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ അല്ല അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എടുത്ത കുട്ടികൾക്ക് ചിലപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ബ്രാഞ്ചുമായിട്ട് എത്രമാത്രം റിലേറ്റഡ് ആണ് ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് പറയുന്നത്. മാത്രമല്ല ഈ ക്രെഡിറ്റ് നിങ്ങളുടെ ടോട്ടൽ CGPA, SGPA ഒക്കെ ഗ്രേഡ് പോയിന്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന് വലിയൊരു റോളുണ്ട്. അപ്പം വളരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുന്നത് 100% ശരിയല്ല, എന്നാലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചോളൂ. അതായത് ക്രെഡിറ്റ് കൂടിയ സബ്ജക്റ്റുകൾ ശരിക്കും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്കോർ കിട്ടും നിങ്ങൾക്ക്. ക്രെഡിറ്റ് കുറഞ്ഞ സബ്ജക്റ്റുകളിൽ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്താലും നിങ്ങളെ പേഴ്സൻറ്റേജിന് അത് കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ചില സബ്ജക്റ്റുകൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങളെ കോളേജിൽ വെച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന
ഇൻറ്റേർണലായിട്ടുള്ള സബ്ജക്റ്റുകളും പേപ്പറുകളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ക്രെഡിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4ആണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സബ്ജക്റ്റ് വളരെ നന്നായി പഠിച്ചേ മതിയാവും. ഓക്കെ, എക്സാമിനേഷൻ അവേഴ്സ് വരുന്നത് 2.5 മണിക്കൂറാണ്. ഓക്കെ, 2.5 മണിക്കൂർ. ഇനി നിങ്ങളെല്ലാവരും പേടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും മുമ്പ് നമുക്ക് വേണ്ടത്? നമുക്ക് മാത്തമാറ്റിക്സ് നല്ല അറിവ് വേണോ? ഫിസിക്സ് നല്ല അറിവ് വേണോ? കെമിസ്ട്രിയിൽ നല്ല ഡെപ്തിലുള്ള നോളജ് വേണോ? ഒന്നും വേണ്ട. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, പ്രീറിക്വസൈറ്റ് എന്ന് പറയുന്നത് നണ്ണാണ്. അതായത് നിങ്ങൾക്ക് മുമ്പ് ഒരു സബ്ജക്റ്റ് പഠിച്ച പരിചയവും, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മറ്റൊരു സബ്ജക്റ്റ് പഠിച്ച് അത് എക്സ്പേർട്ടായ ശേഷം പഠിക്കേണ്ടതല്ല ഇത്. അതായത് സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഇത് തിയറി കോഴ്സാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സോ +2 കഴിഞ്ഞ മിക്കവാറും നിങ്ങൾ +2ൽ പഠിച്ച ഒട്ടുമിക്ക കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു സിലബസിൻ്റെ 50% കാര്യങ്ങൾ നിങ്ങൾ +2 ഫിസിക്സിൽ കേട്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ +2ലെ ടീച്ചറെ പഠിപ്പിച്ചതുപോലെ ആയിരിക്കില്ല ഇതേ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. അതായിരിക്കും ആകെയുള്ളൊരു ഡിഫറൻസ്. ഉദാഹരണം ഇപ്പം എന്താ പറയുക, നിങ്ങൾ മെട്രിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മെട്രിക്സ് പഠിച്ചിട്ടുണ്ടാവില്ലേ? +2ലൊക്കെ മാത്തമാറ്റിക്സിൽ മെട്രിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ മെട്രിക്സിൽ നിങ്ങൾ റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യാറുണ്ട്. ട്രാൻസ്പോസ് എടുക്കാനും ഇൻവേഴ്സ് എടുക്കാനൊക്കെ നമ്മൾ ഒരു റോയിലുള്ള എലമെൻറ്റ്സ് ഒരു കോളത്തിലുള്ള എലമെൻറ്റ്സിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചർ +2ൽ അങ്ങനെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പോർട്രേറ്റിൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള ഫോൺ എടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്? നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കാണാൻ വേണ്ടി, ശരിയല്ല? റൊട്ടേഷൻ ഓൺ ആക്കിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്ക്രീൻ മൊത്തം ഇങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പം അത് ശരിക്കും ഒരു ട്രാൻസ്പോസ് എടുക്കുന്നത് തന്നെയാണ്. അതായത് ഒരു റോയിലുള്ള അതേ എലിമെൻറ്റ് നമ്മൾ ഒരു കോളത്തിൽ പാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ റോയിലുള്ള എലിമെൻറ്റുകൾ എല്ലാ കോളത്തിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പിക്ചറിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് ഒരെണ്ണം നിങ്ങൾ തിയറിറ്റിക്കലി പഠിക്കുന്നു, മറ്റേതും നമ്മൾ അപ്ലിക്കേഷൻ വൈസ് പഠിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ള രീതിയിൽ പഠിക്കുന്നു. ഇനി നിങ്ങളെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് പ്രാക്ടിക്കലായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകും. ബേസിക്കലി നമുക്ക് ഇപ്പോൾ +2ലൊക്കെ കുറച്ച് നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അത് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ അടിസ്ഥാനമില്ലാത്തതുകൊണ്ടാണ്, ബേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 2-3 കൂട്ടാൻ എങ്ങനെയാണ് 2-3 കൂട്ടാന്ന് അറിയാത്തൊരു കുട്ടി ലോഗരിതവും എക്സ്പോണൻഷ്യൽ കാൽക്കുലേഷൻസും ഇൻ്റഗ്രേഷനും ഒക്കെ ചെയ്യാൻ പോയാൽ എങ്ങനെ ഉണ്ടാവുക? അതേ അവസ്ഥ നിങ്ങൾക്ക് ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ ബേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ +2ൽ ബേസ് കിട്ടിയില്ലെങ്കിലും ഡോണ്ട് വറി, ഒരു പ്രശ്നമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഇതൊരു ഇൻട്രൊഡക്ഷൻ ഇയർ ആണ് ഈ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു വർഷം. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഹൈഫൈ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. അപ്പം നിങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോളേജിലായിക്കോട്ടെ, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പർട്ടിക്കുലർ തിയറത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടാക്കും, സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ മറന്നു പോവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. യെസ്, അതർവൈസ് നമ്മൾ ബ്രെയിൻ അത് വെറും ഒരു ഇക്വേഷനായിട്ടോ ഒരു തിയറോ ആയിട്ടോ ഒരു ഡെഫിനേഷനോ ഒക്കെ ആയിട്ട് എടുക്കും. അത് വളരെ ഒരു തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ മാക്സിമം നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ച് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കത് ക്ലാസ് തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഇനി അസസ്മെൻറ്റ് മെത്തേഡ്. ഈ അസസ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടിന്യൂസ് ഇൻ്റേണൽ ഇവാലുവേഷൻ മാർക്ക്, അതായത് CIE മാർക്ക് ഉണ്ടല്ലോ, അതിനെ സ്പ്ലിറ്റപ്പാണ്. അത് 40 മാർക്കിനാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ 40 മാർക്ക് എങ്ങനെയൊക്കെയാണ്?
5 മാർക്ക് അറ്റൻഡൻസിനാണ്, 5 മാർക്ക് അറ്റൻഡൻസിന്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ടീച്ചേഴ്സ് പല കോളേജിലും പല രീതിയിലായിരിക്കും ചെയ്യും. ഇപ്പം 90 തൊട്ട് 100 വരെ മാർക്കുള്ള ഒരു കുട്ടിക്ക് 5-ൽ 5 മാർക്ക്, 85 തൊട്ട് 89 വരെയുള്ളൊരു അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് അറ്റൻഡൻസാണ് പറയുന്നത് കേട്ടോ, ആ കുട്ടിക്ക് 4 മാർക്ക് 3 മാർക്ക് അങ്ങനെ ഗ്രേഡ് ചെയ്ത് പോകുന്നു. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മിനിമം അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും പറ്റില്ല കേട്ടോ, KTUവിൻ്റെ പുതിയ റൂൾ പ്രകാരം. പിന്നെ നിങ്ങൾക്കൊരു മൈനർ പ്രോജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോജക്റ്റ് ഉണ്ടാവും, മൈക്രോ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങളെ കോളേജിൽ വെച്ചിട്ട് നിങ്ങളുടെ ടീച്ചർ ഈ ഒരു പ്രോജക്റ്റ് തരും. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ല. ഈ 20 മാർക്കിൽ 20 മാർക്ക് സുഖമായിട്ട് പോരും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ. പിന്നെ ഉള്ളത് 2 പരീക്ഷയാണ്, സീരീസ് ടെസ്റ്റ് 1ഉം സീരീസ് ടെസ്റ്റ് 2. നിങ്ങൾക്ക് 25 മാർക്കിനും 30 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സീരീസ് പരീക്ഷ നടത്തുക. അതാണ് ഈ ഇൻറ്റേർണൽ എക്സാമിനേഷൻ 1, ഇൻറ്റേർണൽ എക്സാമിനേഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 20 മാർക്കിന് എഴുതുന്നെങ്കിലും 10 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കോഴ്സിൻ്റെ അവസാനം ആകുമ്പോഴേക്കും 40-ൽ നിങ്ങൾക്കൊരു മാർക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100-ൽ നിങ്ങൾക്ക് 40-ൽ, ഈ 40-ൽ 40 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാം, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം അതാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മെത്തേഡിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ഫൈനൽ പരീക്ഷയാണ്, എൻ്റെ സെമിസ്റ്റർ എക്സാമിനേഷനാണ്. അപ്പോൾ ഈ എൻ്റെ സെമിസ്റ്റർ എക്സാമിനേഷന് 2024 സ്കീമിൽ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കി വയ്ക്കുക. 2 പാർട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ നിന്ന് നിങ്ങൾക്ക് 24 മാർക്കും താഴെ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. പാർട്ട് എയിൽ നിന്ന് 24 മാർക്കും പാർട്ട് ബിയിൽ നിന്ന് 36 മാർക്കുമാണ് ചോദിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി പാർട്ട് എ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പാർട്ട് ബി എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ പാർട്ട് എയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യം, ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യം. അപ്പോൾ എത്രയായി, 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. 4 × 2 8. ഓക്കെ, അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മാർക്കാണ് ഒരെണ്ണത്തിന്. അങ്ങനെ 24 മാർക്കാണ് പാർട്ട് എ. ഇതിൽ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആ വരുന്ന 8 ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. അത് ഓർഡറിൽ തന്നെ ഉണ്ടാകും. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന മൊഡ്യൂൾ 1 ആയിരിക്കും, ക്വസ്റ്റ്യൻ നമ്പർ 2 മൊഡ്യൂൾ 1 നിന്ന് എടുത്തായിരിക്കും, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്ന മൊഡ്യൂൾ 2 ആയിരിക്കും. അങ്ങനെ 2 ചോദ്യങ്ങൾ ആ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്ത് വരിക. പാർട്ട് ബി നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 9 മാർക്കാണ് മാക്സിമം, 9 മാർക്സ്. 2 ക്വസ്റ്റ്യൻസ് ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഈ 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പം എത്ര വരും, 4 യൂണിറ്റുകളുണ്ട് അല്ലേ. 4 യൂണിറ്റിൽ നിന്ന് 8 ചോദ്യങ്ങൾ വരും. അതായത് ഓപ്ഷൻ കൂട്ടി പറയുകയാണെങ്കിൽ ആ ഓപ്ഷൻ എ ഓർ ബിയിൽ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എത്ര എഴുതണം, ഓപ്ഷൻ കണക്ക് കൂട്ടാതെ 4 ക്വസ്റ്റ്യൻ എഴുതണം. ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ എസ്സേ ക്വസ്റ്റ്യൻ 9 മാർക്ക്. അങ്ങനെ 4 × 9 36 മാർക്ക്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര മാർക്ക് വന്നു, 60 മാർക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻ്റെ സെമിസ്റ്റർ എക്സാമിനേഷൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിൽ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിനൊരു കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പൊതുവേ നമ്മളിത് ഇപ്പോൾ നിങ്ങളെ സിലബസിൽ കൊടുത്തിട്ടില്ല തന്നെ, പക്ഷെ നമ്മളധികം ഒന്നും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ 6 കോഴ്സ് ഔട്ട്കമ്മാണുള്ളത്. കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടീച്ചേഴ്സ് കോഴ്സ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പഠിച്ച ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേണ്ടേ, അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വേണം. ആ പ്രയോജനം എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ പഠിക്കുന്നുള്ള ഔട്ട്കം എന്താണ് എന്നാണ് ഈ ഒരു സെഷനിൽ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സിലബസ് ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലൂംസ് നോളജ് ലെവൽ ടാക്സോണമി എന്ന് പറഞ്ഞ് K1, K2, K3 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. K1 എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ റിമെമ്പർ, ഓർത്തിരുന്നാൽ മാത്രം മതി. K2 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകണം, നിങ്ങൾ ശരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കണം.
K3 ആണ് കാണുന്നതെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ ചിലതിലൊക്കെ K3 വരുന്നുണ്ട്, K2 ആണ് ഇട്ടിട്ടുള്ളതെങ്കിലും. അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംടൈംസ് നമ്മളൊരു പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് കാണും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് K3. K4 എന്ന് പറഞ്ഞാൽ അനലൈസിങ് ആണ്. ഫർദർ അതിനെ കീറി മുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക. പിന്നെ K5 ഇവാലുവേഷൻ ആണ്. K6 ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ, അത് ക്രിയേറ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്താ പറയുക, ക്രിയേറ്റ് എന്ന് വെച്ചാൽ എന്താ സംഭവം ഉണ്ടാക്കിയെടുക്കുക എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പം ആദ്യത്തെ ഒരു സെമസ്റ്ററിലൊക്കെ ബേസിക്കലി നമുക്ക് റിമെമ്പറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെ വലിയ പഠിച്ചാൽ മതി. യെസ്. ഇനി ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കും. ടെക്സ്റ്റ് ആൻഡ് റെഫറൻസ് ബുക്സ്, ഇപ്പം ഇതിനകത്ത് കാണുന്ന ബുക്കുകൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ 7 ബുക്കും ഈ ഒരു സെഷനിൽ 8 ബുക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊന്നും വേണ്ട. ഓക്കെ, ഇത് ചിലപ്പം ഒരു ടോപ്പിക്ക് 5 ബുക്കുകളിലുണ്ടാവും. ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് നോക്കി വാങ്ങി പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്കിൻ്റെ ടൈറ്റിൽ കാണാൻ പറ്റും, കണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ബുക്സിൻ്റെ ടൈറ്റിൽസാണ്. ഓരോരോ ഏതൊക്കെ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പം കറക്റ്റ് പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ലൈബ്രറിയിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ബുക്കിൻ്റെ ടൈറ്റിലും അതേപോലെ തന്നെ ഓതറിൻ്റെ പേരും. ഏത് ബുക്കിലായാലും കൺസെപ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 7 ബുക്ക് കണ്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയൊന്നും വേണ്ട. 7 ടെക്സ്റ്റ് ബുക്കാണ് നമുക്കുള്ളത്. അത് കണ്ട് വറി ചെയ്യേണ്ട. ഇത് 7 ഉണ്ടായാലേ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ബുക്കിൽ തന്നെ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് ആ ബുക്കിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് റെഫറൻസ്. ഇനി റെഫറൻസ് ബുക്ക് നോക്കുകയാണെങ്കിൽ അതും ഉണ്ട് ഒരു 8 എണ്ണം. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം ബേസിക്കലി എന്താണ്? നമുക്ക് റെഫറൻസ് ബുക്കാണ് ശരിക്കും നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ വേർഷനാണ് ശരിക്കും ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇപ്പോൾ റെഫറൻസ് ബുക്കാണ് ദ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക്, ദ റിയൽ ടെക്സ്റ്റ് ബുക്ക്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഫോറിൻ ഓതേഴ്സൊക്കെ എഴുതിയ ബുക്കുകളായിരിക്കും. ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ അതിനകത്ത് ഒരു കണ്ടൻറ്റ് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ കൂടി അത് 10-15 പേജൊക്കെ അതിനെപ്പറ്റി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പൊതുവേ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മടിയാണ് അല്ലേ. വളരെ ഷോർട്ടായിട്ട് എവിടെ കിട്ടുമോ അങ്ങോട്ടാണ് നമ്മൾ ഓടാറ്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് ശരിക്കും നിങ്ങളുടെ ഒരു നോളജ് വളരെ താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം കുറേ A+ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ A+ൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. +2 അതേപോലെ 10ാം ക്ലാസ്സും കഴിഞ്ഞോടുകൂടി 10ാം ക്ലാസ്സും +2 കഴിഞ്ഞോടുകൂടി ഇനി ആർക്കും A+ ഒന്നും വേണ്ട. അതിൻ്റെ ഒരു വാറ അവിടെ വെച്ച് തീർന്നു. ഇനി വേണ്ടത് അറിവും കഴിവുമാണ്. ഓക്കെ, അറിവും കഴിവെന്ന് പറഞ്ഞാൽ ഒരിക്കലും A+ വെച്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ചിലപ്പം ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടീനേക്കാളും കഴിവ് 2 B കിട്ടിയൊരു കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ പേഴ്സൻറ്റേജ് അല്ല കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യം എത്ര നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇനി നിങ്ങളെ ഇൻ്റർവ്യൂസും നിങ്ങളെ ക്യാമ്പസ് ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ ഈവൻ നിങ്ങൾ 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടൻറ് ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്നുള്ളതാണ് അവർ നോക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എത്ര A+ കിട്ടി എന്നതിനെ ബേസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്കൊരു ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒഴിവാക്കിയിട്ട് റെഫറൻസ് ബുക്ക് ഉണ്ടെങ്കിൽ റെഫറൻസ് വായിച്ച് തന്നെ പഠിക്കുക. കാരണം അതിനകത്ത് ഒരു കഥ മുഴുവനും ഉണ്ടാവും. ഓക്കെ, ഒരു സ്റ്റോറി മുഴുവനും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു സിനിമ കാണാൻ പോവുകയാണ്, നിങ്ങളൊരു 3 മണിക്കൂറിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു മൂവി കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു കണ്ടിന്യൂറ്റി കിട്ടി അല്ലേ. കഥ എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. എന്നാൽ ഇതേ കഥ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊന്നും മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നു, അതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എവിടെയും പറയുന്നു. അതാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും നോക്കാതിരിക്കുക. എന്നാലും അത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആവശ്യം വരും. പ്രത്യേകിച്ച് പ്രോബ്ലമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രോബ്ലംസൊക്കെ ഒരുപാടുണ്ടാകും. അപ്പോൾ അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ പ്രോബ്ലംസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടും ഉപയോഗിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഉടനെ പോയി നേരെ കോളേജിൽ ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങിയ ഉടനെ തന്നെ നേരെ ലൈബ്രറി കയറുക.
ലൈബ്രറി കയറിയിട്ട് ഇതിനകത്ത് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യം വരുമ്പം പോയാൽ സാധനം വേണമല്ലോ, എല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളെ ഹോസ്റ്റൽ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കണമെന്നൊന്നും ഞാൻ പറയൂല. അപ്പോൾ ഓരോ സെക്ഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഏതൊക്കെയാണ്, ഏത് ബുക്ക് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കും. ഇതൊക്കെ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ കിട്ടും. ലൈക്ക് PDF ആയിട്ടൊക്കെ മിക്കവാറും ഈ ഒരു എന്താ പറയുക ബുക്കുകളൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ആമസോണിൻ്റെ ഒക്കെ നമുക്കറിയാം, ആമസോൺ ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ വില കൊടുത്ത് 200-300 രൂപയ്ക്കുള്ള ബുക്കിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒറിജിനൽ PDF, കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒറിജിനൽ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്, എപ്പോഴും ഒറിജിനലായിട്ടുള്ള സോഴ്സുകൾ നോക്കി പോവുക കേട്ടോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്നൊന്ന് 4 മൊഡ്യൂളുകളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് ഓടിച്ച് പോകാം. ബേസിക്കലി ഇപ്പോൾ ഈ മൊഡ്യൂളുകൾ ഞാനിതിൻ്റെ സിലബസാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. യെസ്, അപ്പോൾ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും, സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 മൊഡ്യൂളാണ് ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂളാണിത്. ഈ മൊഡ്യൂളിൽ ഇത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് DC സർക്യൂട്ട്, DC ഇലക്ട്രിക് സർക്യൂട്ടാണ്. നിങ്ങൾക്കറിയാം DC ഉണ്ട്, AC ഉണ്ട് അല്ലേ. അപ്പം എലമെൻ്ററി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വളരെ ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, വളരെ ബേസ് കൺസെപ്റ്റുകൾ. ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, ബേസിക്കലി ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇലക്ട്രിക് സർക്യൂട്ട്, ഇലക്ട്രോണിക്സ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കയറ്റി +2 പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോട്ടറാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു മോട്ടർ വരയ്ക്കാം. ഇതൊരു മോട്ടറാണ്. അപ്പോൾ ഇതൊരു DC മോട്ടറാണെന്ന് വിചാരിച്ചു. നിങ്ങൾ മിനി മോട്ടറെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലൊരു ബാറ്ററി വേണം, ഒബ്വിയസ്ലി. ബാറ്ററി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഒരു 3 വോൾട്ടിൻ്റെ മോട്ടറാണ് നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പം ശരിക്കും മോട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ളതിലും കൂടുതൽ വോൾട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നേരെ ചിലപ്പം ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇതിനെ ഡാമേജ് ചെയ്തേക്കാം, മോട്ടറിനെ ഡാമേജ് ചെയ്തേക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ. റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ 5 വോൾട്ടിൽ നിന്ന് 2 വോൾട്ട് ആരെടുത്ത് ഉപയോഗിച്ചോളും, റെസിസ്റ്റർ എടുത്ത് ഉപയോഗിച്ചോളും. ബാക്കി നമ്മളുടെ മോട്ടറിന് എത്രയേ കിട്ടൂ, 3 വോൾട്ടേ കിട്ടും. അപ്പോൾ മോട്ടറിന് ആവശ്യമായ വോൾട്ടേജ് മാത്രമേ നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് മോട്ടർ വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും, കേടൊന്നും കൂടാതെ വർക്ക് ചെയ്യും. ഇതൊരു ബേസിക് ക്ലോസ്ഡ് ലൂപ്പ് ഇലക്ട്രിക് സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒരു സോഴ്സ് ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് കമ്പോണൻസും ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു 5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത്, ഉറവിടം അല്ലേ. ലോഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രവർത്തിപ്പിക്കാനാണോ ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയത് അതിനെയാണ് നമ്മൾ ബേസിക്കലി ലോഡ് എന്ന് പറയുന്നത്. ലോഡിന് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സർക്യൂട്ടിന് ഒരു പക്ഷേ അല്പം ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വയ്ക്കുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് ഇലക്ട്രിക് കമ്പോണൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എത്ര എമൗണ്ടാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ളത് എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും? ഓക്കെ, എത്ര വോൾട്ടാണ് റെസിസ്റ്ററിന് അക്രോസ് വരുന്നത്? ഈ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ചൂടാക്കി അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വിടും. അപ്പം ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്,
ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഈ കിർച്ചോഫ് ലോവും കിർച്ചോസ് കറണ്ട് ലോയും കിർച്ചോസ് വോൾട്ടേജ് ലോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുക, ആ കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ. ഓക്കെ, ഇത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പല തരത്തിൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റാർ കണക്ഷൻ, AC കറണ്ടിൽ ഒരു 3 ഫേസ് AC കറണ്ട് എങ്ങനെ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതൊക്കെ ഒരു വളരെ എന്താ പറയുക ഫോർമലായിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും കൃത്യമായിട്ട് ഏത് ടൈപ്പ് വരുന്നുള്ളതൊക്കെ. യെസ്, ഇനി ഇവിടെ ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കിർച്ചോഫ്സ് കറണ്ട് ലോയും ഉപയോഗിച്ചാണ് ഇവിടെ എത്ര കറണ്ട് പോകും, ഇതിനെ ക്രോസ് എത്ര വോൾട്ടേജ് വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളെ കയ്യിൽ ഒരു മീറ്റർ ഇല്ലെങ്കിൽ, നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ ഒരു മൾട്ടിമീറ്റർ എന്ന് പറയുന്ന മീറ്റർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ സാധനം ഇവിടെ കുത്തി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യം കാണിക്കും എത്രയാണെന്നുള്ളത്. ഈ മീറ്റർ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ ഒരു പേനയും പേപ്പറും വെച്ചിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച്, ഇത് രണ്ടും ഒരു മെത്തേഡാണ്. ഈ ബോക്സിൽ കാണുന്ന ഒരു മെത്തേഡാണ്, ഈ ബോക്സിൽ കാണുന്ന ഒരു മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ ഒക്കെ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഓക്കെ, ഇവിടെ നമ്മൾ 2 വോൾട്ട് നമുക്ക് ചൂടാക്കി കളയണം അല്ലേ. 2 വോൾട്ട് ചൂടാക്കി കളഞ്ഞാലേ ബാക്കി 5 വോൾട്ടിൽ നിന്ന് 3 വോൾട്ട് മോട്ടറിന് കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഡിസൈൻ ചെയ്ത ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ 1.5 വോൾട്ടേ ചൂടാക്കി കളയുന്നുള്ളൂ എങ്കിലോ നിങ്ങളെ മോട്ടറിലേക്ക് 3.5 ബാക്കി വരും. ഓക്കെ, 5ൽ നിന്ന് 1.5 റെസിസ്റ്റർ എടുത്തു, ബാക്കി 3.5 ആരെടുക്കും, നമ്മൾ മോട്ടർ എടുക്കും. അത് മോട്ടറിന് കേടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ വാല്യൂസൊക്കെ ഡിസൈൻ ചെയ്ത് സർക്യൂട്ടിൽ ഇട്ടാൽ മാത്രമേ നമ്മളുടെ ലോഡ് എന്ന് പറയുന്ന ആൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ, കേട് കൂടാതെ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒപ്റ്റിമം പെർഫോമൻസിൽ വർക്ക് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതിലെ പോകുന്ന കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ മോട്ടർ ചോദിക്കുന്ന കറണ്ട് കൊടുക്കാൻ ഈ ബാറ്ററിക്ക് പറ്റണം. ഇപ്പോൾ ഈ മോട്ടറിന് 3 വോൾട്ട് 500 മില്ലി ആംപിയർ എന്നായിരിക്കും ഈ മോട്ടറിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 1/2 ആംപിയർ 500 മില്ലി ആംപിയർ കറണ്ട് കിട്ടിയാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, ഫുൾ സ്പീഡിൽ കറങ്ങുള്ളൂ. നിങ്ങൾ 250 മില്ലി ആംപിയറാണ് കൊടുക്കുന്നതെങ്കിൽ പകുതി സ്പീഡിലേക്ക് ഇറങ്ങുള്ളൂ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമുക്ക് ഈ മൊഡ്യൂൾ 1ൽ പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പം കുറച്ചൊക്കെ മാഗ്നറ്റിക് സർക്യൂട്ടുകളെ പറ്റി നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്, അപ്പം മാഗ്നറ്റിസം നല്ല രസമാണ് പഠിക്കാൻ അല്ലേ. എപ്പോഴും നമുക്ക് കൗതുകമുള്ളൊരു കാര്യമാണ് മാഗ്നറ്റിസം. നമുക്ക് തൊട്ട് കഴിഞ്ഞാലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. 2 മാഗ്നറ്റുകൾ തമ്മിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് പ്ലാറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒന്ന് അടുക്ക് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണിത് ഒന്നൊന്നിനെ പിടിച്ച് തള്ളുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒന്നൊന്നിനെ അട്രാക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യില്ല, നമ്മളുടെ ബോഡിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല രസമുള്ളൊരു, എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും സോളാർ, വിൻഡ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. അതിൽ നിന്നും വളരെ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഈ പ്രോബ്ലംസൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും വലിയ എന്താ പറയുക ഇൻ്റലിജൻസ് ഒന്നും വേണ്ട ഈ മൊഡ്യൂൾ 1ലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ അതാണ് നിങ്ങളുടെ മൊഡ്യൂൾ 1. ഇനി മൊഡ്യൂൾ 2ലേക്ക് പോയി കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കുറേ കുട്ടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫാരഡേസ് ലോസ്, ലെൻസ് ലോ, ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കപ്ലിംഗ് കോഎഫിഷ്യൻറ്റ്, ഇതൊക്കെ ബേസിക്കലി ഇതും +2ൽ പഠിച്ച തന്നെയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്ന്, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ജനറേഷൻ ഓഫ് AC. ഇത് നല്ല രസമാണ് പഠിക്കാൻ കേട്ടോ. നമ്മൾ ഇടുക്കിയിൽ ഈ വോൾട്ടേജ് ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട് എന്നുള്ള കാര്യം
അതൊക്കെ ഇപ്പം GPS ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നല്ല രസമാണ് പഠിക്കാൻ. അപ്പം ഇങ്ങനെയാണ് ഒരു മോഡേൺ ടെക്നോളജിയിൽ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, AC വോൾട്ടേജ് നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നവരെ എന്തൊക്കെ സ്റ്റോറി ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റും. പിന്നെ ഈ RMS വാല്യൂ, അതേപോലെ തന്നെ ആവറേജ് വാല്യൂ, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പഴയകാലത്തെ AC/DC വാറിനെ പറ്റിയൊക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. AC/DC വാർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? 2 ലെജൻസാണ് ആക്ച്വലി ഉണ്ടായിരുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ പണ്ട് കാലത്ത്. അതിലൊന്ന് മൈക്കൽ ഫാരഡേ ആണ്, മറ്റേത് നിക്കോള ടെസ്ലയാണ്. ഏറ്റവും കൂടുതൽ ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ് കോട്ട് ചെയ്തിട്ടുള്ളത്, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്കൽ ഫാരഡേ ആണെങ്കിലും നിക്കോള ടെസ്ല എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അമാനുഷികനായ മനുഷ്യനായിരുന്നു. ഓക്കെ, അയാൾക്ക് പ്രത്യേകിച്ച് അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഒന്നും അറിയപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും അയാളുടെ ഇൻവെൻഷൻ മറ്റ് സയൻറ്റിസ്റ്റുകളുടെ പേരിലാണ് ഈവൻ പബ്ലിഷ് ചെയ്തത്. ഈവൻ നമ്മളുടെ മൈക്കൽ ഫാരഡേനെ പറ്റി മൈക്കൽ ഫാരഡേ അല്ല, തോമസ് ആൽഫ എഡിസൺ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. എഡിസണെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ഓക്കെ, ഇപ്പോൾ എഡിസൺ കുറച്ച് എന്താ പറയുക, പോപ്പുലർ ആവാൻ വേണ്ടി ഒരുപാട് സൊസൈറ്റിയിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം നിക്കോള ടെസ്ലേൻ്റെ പല കാര്യങ്ങളും അയാളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് പല എന്താ പറയുക സോഴ്സസിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. ഓക്കെ, ഈവൻ വിക്കിപീഡിയ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് എന്താണ് ഈ AC/DC വാർ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ 50 ഹെർട്സും അമേരിക്കയിലൊക്കെ 60 ഹെർട്സും ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് AC സർക്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇത് ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ പറയുക, നമ്മളിവിടെ DCൻ്റെ കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് DC സർക്യൂട്ടാണ് ഇവിടെ. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എന്ത് എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് AC സർക്യൂട്ടാണ്. സെയിം കാര്യം നമ്മളുടെ ഈ ബാറ്ററിക്ക് വരാൻ നമ്മൾ AC ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരിക. AC കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ കേട്ടോ. യെസ്, പിന്നെ നമുക്ക് RLC കമ്പോണൻറ്റുകൾ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. യെസ്, RLC കമ്പോണൻറ്റ് റെസിസ്റ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ സർക്യൂട്ടുകളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതായത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. നമ്മൾ എന്ത് ഉപകരണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന ആ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ഉപകരണമാണ് ലോഡ്. നിങ്ങളൊരു ബൾബ് സർക്യൂട്ടിൽ ഇട്ട് അല്ലെങ്കിൽ വീട്ടിൽ പവർ കൊടുത്ത് ഓണാക്കി കഴിഞ്ഞാൽ ബൾബ് ലോഡാണ്. ഒരു TV ഓണാക്കുകയാണെങ്കിൽ TV ഒരു ലോഡാണ്. അപ്പോൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. ഈ ലോഡുകൾ ബേസിക്കലി 3 തരത്തിലുണ്ട്. റെസിസ്റ്റീവ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്, കപ്പാസിറ്റീവ് ഉണ്ട്. ഇപ്പോൾ റെസിസ്റ്റീവ് ലോഡിന് എക്സാമ്പിളാണ് നമ്മളുടെ ബൾബൊക്കെ. ഓക്കെ, ബൾബിൻ്റെ ഉള്ളിൽ റെസിസ്റ്റീവായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ടാകും. നിക്രോം എന്ന് പറയുന്ന വളരെ ഹൈ റെസിസ്റ്റൻസ് ഉള്ളൊരു മെറ്റീരിയൽ വാക്വത്തിനുള്ളിൽ വെച്ചിരിക്കുന്നതാണ് ഒരു ബൾബ് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ എന്താ പറയുക, ഒരു ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഒരു മോട്ടർ അല്ലെങ്കിൽ ഒരു ഫാൻ ഇതൊക്കെ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇൻഡക്ടറെ കാണാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ വയറുകൾ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വയർ വൗണ്ട് ഇൻഡക്ടേഴ്സ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയും. അതേപോലെ തന്നെ കപ്പാസിറ്റീവ് ലോഡുണ്ട്. കപ്പാസിറ്റീവ് ലോഡ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പവർ ബാങ്ക് ഒരു കപ്പാസിറ്റീവ് ലോഡാണ്. നിങ്ങളൊരു പവർ ബാങ്ക് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് ലോഡാണ്. നിങ്ങളെ ഫോണിനകത്തുള്ള ബാറ്ററി കപ്പാസിറ്റീവ് ലോഡാണ്. നിങ്ങളുടെ വീട്ടിലുള്ള UPS, ഇൻവെർട്ടർ, ഇതൊക്കെ എന്താണ് കപ്പാസിറ്റീവ് ലോഡുകളാണ്. അപ്പം അങ്ങനെ ഈ 3 തരത്തിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയൊക്കെ തരംതിരിക്കാം. അങ്ങനെ 3 തരത്തിൽ തരംതിരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും കറണ്ടിനും വോൾട്ടേജിനും അനുസരിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, പിന്നെ AC ജനറേഷൻ്റെ കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. മൊഡ്യൂൾ 3ലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് നമ്മൾ വിട്ടു. അതായത് 2 മൊഡ്യൂൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും 2 മൊഡ്യൂൾ ഇലക്ട്രോണിക്സുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ സബ്ജക്റ്റിന് എന്ത് പേര് വന്നത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പേര് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂൾ ഇലക്ട്രിക്കലാണ്,
പിന്നെ മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 എന്താ ഇലക്ട്രോണിക്സ് ആണ്. യെസ്, ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ മൊഡ്യൂൾ 3 നമുക്ക് ബേസിക് ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡോപ്പിങ്, സെമി കണ്ടക്ടർ, PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഡോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ടെക്നിക്കലി പറഞ്ഞുതരാം. സെനർ വോൾട്ടേജ് വെച്ചിട്ട് എങ്ങനെയാണ് സെനർ ഡയോഡ് വെച്ചിട്ട് എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പവർ സപ്ലൈൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ഇതൊക്കെ നല്ല രസമാണ് പഠിക്കാൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ട് കളർഫുൾ ആയിട്ടുള്ള സ്കെച്ചൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. മൊഡ്യൂൾ 3 ഭയങ്കര എളുപ്പം, ഫിൽറ്ററിങ്ങും കാര്യങ്ങളും. അതേപോലെ തന്നെ BJT. അപ്പം ഇതിൽ ഈ BJT എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രം ഒരുപക്ഷെ നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, നിങ്ങളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോർഷനായിരിക്കും. പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യം മുഴുവനും ആകെ കൺഫ്യൂസിങ് ആയിട്ട് ബോറടിച്ച് നിങ്ങൾ അങ്ങനെ ആയി മാറുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ അവിടെ ഇരിക്കും. പരീക്ഷയുടെ തലേദിവസം പോലും അത് ഒന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഈ BJT ഈസ് ഡാം ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ഒരു എന്താ പറയുക, വളരെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നല്ലേ, എനിക്ക് തോന്നുന്നു ലൈക്ക് 1942 അങ്ങാണ്ട് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോർട്ട്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അതൊരു റെവല്യൂഷനായിരുന്നു. ഈ സാധനം കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. എന്ത് ഇലക്ട്രോണിക്സിൽ അഡ്വാൻസ്മെൻറ്റ് വന്നോ അതൊക്കെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സാധനക്കാരനാണ്. അപ്പോൾ ഡാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരിക്കും ഒരു റിയൽ ആംപ്ലിഫയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എന്താ പറയുക, ചേട്ടനും അനിയനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഭയങ്കര സിമ്പിൾ. ട്രാൻസിസ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മൊത്തം സെക്ഷൻ ഇറ്റ്സ് വെരി ഈസി. അപ്പം ഈ ഒരു സെക്ഷനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് ചെവി തുറന്ന് നല്ല മൂഡിൽ ഇരുന്ന് തന്നാൽ മതി. മൂവിങ് ടു ദ ഫൈനൽ യൂണിറ്റ്. ഫൈനൽ യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഇലക്ട്രോണിക്സിലെ ഇലക്ട്രോണിക് കമ്പോണൻസിനെ പറ്റിയാണെങ്കിൽ, നാലാമത്തെ മൊഡ്യൂളിൽ ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കറൻ്റ്ലി ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെ പഠിക്കാനുള്ളത്. അപ്പാർട്ട് ഫ്രം ഈ AM FM എല്ലാം ഒഴികെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഡാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് ഈ സ്പെക്ട്രംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും നമ്മളെ ഈ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾ പറ്റിക്കുന്നുണ്ട് അല്ലേ. ലൈക്ക് എന്താ പറയുക, 3G 4G 5G എന്നൊക്കെ പറയുകയാണെങ്കിലും സത്യം പറഞ്ഞാൽ 5G ഒന്നും എവിടെ ഒരു മനുഷ്യന് പോലും കേരളത്തിൽ കിട്ടുന്നില്ല. 5Gൻ്റെയൊക്കെ സ്പീഡ് അത്ര നോർമൽ സ്പീഡാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്? എന്താണ് HSDPA, HSUPA, ലോങ് ടേം എവല്യൂഷൻ, LTE, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. GPRS, എഡ്ജ്, കാണിക്കുന്നത് എന്തുകൊണ്ടാണ് മൊബൈലിൽ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ശരിക്കും വേണ്ട ഒരു അറിവ് തന്നെയാണ് കേട്ടോ. വയർലെസ് കമ്മ്യൂണിക്കേഷൻ, വയർഡ് കമ്മ്യൂണിക്കേഷൻ, GSM സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് കേബിൾസ് ഒക്കെ റൺ ചെയ്യുന്നത് അല്ലേ. നല്ല രസകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ അമേരിക്ക, ഇന്ത്യ, യൂറോപ്പ് എല്ലാ കോണ്ടിനെൻസും രാജ്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് വഴി കണക്റ്റഡ് ആണ് ഇൻ്റർനെറ്റ്. നിങ്ങൾക്കറിയാലോ. ഇപ്പം നിങ്ങളിപ്പം ഇന്ത്യ ശ്രീലങ്ക അടുത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങൾ അല്ലേ. ഇന്ത്യയിൽ നിന്ന് ഫിസിക്കലി കേബിൾസ് കടലിൻ്റെ അടിയിലൂടെ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. സാറ്റലൈറ്റ് വഴിയൊന്നല്ല സംഭവം നടക്കുന്നത്. അപ്പം അതുവഴിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അങ്ങനെ വളരെ ഭീമമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കടലിൻ്റെ അടിയിലൂടെ കിലോമീറ്റർ കണക്കിന് ഓടിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇൻ്റർനെറ്റിന് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ലേ? നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുമ്പം ഇത്ര പൈസ ഇൻ്റർനെറ്റിന് എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ? ഇപ്പോൾ പിന്നെ കുറച്ചുകൂടി കമ്പൈൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ. എന്നാലും നിങ്ങൾ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത്
ഇത്ര GB ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ അവർ വാങ്ങുന്നുണ്ട് അല്ലേ? ശരിക്കും ഇൻ്റർനെറ്റ് ഫ്രീ ആണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് 5 പൈസ ചിലവില്ല. പിന്നെ എന്തിനാണ് പൈസ വാങ്ങുന്നത്? ഈ പൈസ വാങ്ങുന്നത് എന്തിനാ വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് മെയിൻ്റനൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാം, കടലിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇൻ്റർനെറ്റ് വളരെ ഫ്രീ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മൊഡ്യൂൾ 4 പഠിക്കേണ്ടത്, അതായത് ഭാഗങ്ങൾ വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. യെസ്, പിന്നെ CRO പഠിക്കാനുണ്ട്. CRO എന്ന് പറയുന്നൊരു എക്യുപ്മെൻ്റൊക്കെ നിങ്ങളിപ്പോൾ ക്ലാസ് തുടങ്ങി ലാബിൽ കയറുമ്പോൾ നിങ്ങൾക്ക് CRO കാണും. നിങ്ങൾ ഒരു 10-50,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെ വിലയുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റാണ്. ഈ എക്യുപ്മെൻറ്റ് ബേസിക്കലി നമുക്ക് കാണാൻ പറ്റാത്ത എന്ത് സിഗ്നലിനെയും നമുക്ക് കാണിച്ചു തരും. ഓക്കെ, നമുക്ക് വിഷ്വലി സിഗ്നലിനെ കാണിച്ചു തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ IoT ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം. ഈ IoT എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് നമ്മളെ വീട്ടിലെ ക്യാമറയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാമല്ലോ അല്ലേ? ഇപ്പോൾ വണ്ടി പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ BMW 7 സീരീസ് ഒക്കെ വണ്ടിയാണെങ്കിൽ 760 Li ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ കാറിനകത്തേക്ക് കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ വണ്ടി നിങ്ങൾക്ക് പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം, AC ഓൺ ആക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും നല്ല ചില്ലായിരിക്കും അല്ലേ? അതുപോലെ നിങ്ങൾ അമേരിക്കയിലാണ്, നിങ്ങൾക്കൊരു വീട് ജർമ്മനിയിലുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള നിങ്ങളെ വീട്ടിലെ ലൈറ്റും ബൾബും ഫാനൊക്കെ നിങ്ങൾക്ക് ഈ അമേരിക്കയിൽ നിന്ന് എന്ത് ചെയ്യാം? ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് IoT. അതും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് ഹെൽത്ത് കെയറിലോ അഗ്രികൾച്ചറിലൊക്കെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. യെസ്, അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഇതിലിപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഡേ 1 തൊട്ട്, ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ ഞാനും ശ്രമിക്കാം. മാക്സിമം എല്ലാവരും എന്താ പറയുക, ക്ലാസ്സുകൾ പെട്ടെന്ന് കണ്ടു തീർക്കുക. അക്യുമുലേറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പരിപാടി തീർത്താൻ വയ്ക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്താലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ട് അല്ലേ? നിങ്ങൾ ഇത്രയും പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ജോയിൻ ചെയ്താണ്. മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യുക നിങ്ങളുടെ ടീച്ചേഴ്സിനെ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാലല്ലേ നമുക്കറിയുള്ളൂ എന്താ നിങ്ങൾക്ക് അറിയാത്തതെന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പം ക്ലാസ് മിസ് ചെയ്യാതെ ഒരാഴ്ചയോട് അറിഞ്ഞിട്ട് വെച്ചാൽ മതി. ഓരോ ആഴ്ച ഇങ്ങനെ കണ്ട് അങ്ങ് തീർക്കുക. ഓക്കെ, ചില പോർഷൻസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടേക്ക് വരും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കോച്ചിങ് കൃത്യമായിട്ട് തരും കേട്ടോ. പിന്നെ നിങ്ങളെ കോളേജിൽ സീരീസ് വരുന്ന സമയത്ത് നമ്മളിവിടെയും സീരീസിനുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ കോളേജിൽ എന്താണോ നടക്കുന്നത് അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും നടക്കും. അപ്പോൾ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പോവുക. സീരീസിൻ്റെ ക്ലാസ്സസ് സെപ്പറേറ്റ് ഉണ്ടാവും, അതിന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തരും ചിലപ്പം. അതൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു എൻജിനീയർ ആകാം. ഓക്കെ, എൻജിനീയർ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പം പാസ്സാവുന്ന എല്ലാ കുട്ടികൾക്കും എൻജിനീയറിംഗ് കപ്പാസിറ്റി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് ഞാൻ പറയും. പ്രാക്ടിക്കലായിട്ടുള്ള സൈഡ് വളരെ കുറവാണ്. തിയറി ഇപ്പോൾ അവർ എന്ത് വലിയ ഡെറിവേഷൻ ആണെങ്കിലും സോൾവ് ചെയ്യും, പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, കുറേ തിയറി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവണ്ടേ? അപ്പം ഭയങ്കര ഈസിയാണ് പ്രോസസ്സ്, നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ക്ലാസ്സിൽ ഡയറക്റ്റ് യൂണിറ്റ് 1 തന്നെ തുടങ്ങാം, ഇലക്ട്രിക്കൽ തന്നെ തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.